കൂടുതൽ പ്രകോപനത്തിലാക്കാനാണ് പാകിസ്ഥാൻ ശ്രമം നടത്തുന്നത്. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയും അവിടെ കൂട്ടക്കൊല നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 41 ബലൂച്ച് വംശജരെ വധിച്ചു എന്നതാണ് ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രചരണ വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് കൊല ചെയ്യപ്പെട്ടവരെ തീവ്രവാദികളായി തന്നെ പ്രഖ്യാപിക്കുകയും ഇന്ത്യയുമായി തന്നെ ബന്ധിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ള ബന്ധത്തെപ്പറ്റി യാതൊരുവിധ തെളിവ് പോലും ഇവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഇന്ത്യയെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് അവർ ശ്രമിക്കുന്നത് എന്നതാണ് ഇവിടെ വെളിവാകുന്നതും. ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ജനുവരി 29-നാണ് ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. അതിൽ ഫിത്ന അൽ ഖറജ് അതുപോലെ തന്നെ ഫിൽത്ത അൽ ഹിന്ദുസ്ഥാൻ എന്നിവയുമായി ബന്ധമുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിരവധി ടെഹരിക്ക് താലിബാൻ പാകിസ്ഥാനുമായി ബന്ധമുള്ള തീവ്രവാദികളെ അവിടെ പരാമർശിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന പദമായിരുന്നു ഫിത്ന അൽ ഖറജ് എന്നത്. അതേപോലെ പാകിസ്ഥാനിലുടനീളം തന്നെ തീവ്രവാദത്തിലും അസ്ഥിരതയിലും ഇന്ത്യയുടെ പങ്ക് എടുത്തു കാണിക്കുന്നതാണ് എന്നതായിരുന്നു ബലൂചിസ്ഥാൻ ആസ്ഥാനമായുള്ള തന്നെ ഗ്രൂപ്പുകളെ പരാമർശിക്കുവാനും പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പദമായിരുന്നു ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്നത്. എന്നാൽ ഭീകരവാദത്തിന് ഒരിക്കൽ പോലും കുട ചൂടുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. ആയതിനാൽ തന്നെ ഇന്ത്യയെ കൂടുതലായി തന്നെ പ്രതിരോധത്തിലാക്കുവാനും അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനുമാണ് പാകിസ്ഥാൻ ഇത്തരമൊരു വ്യാജ ആരോപണം ഉന്നയിക്കുന്നത് എന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. ബലൂചിസ്ഥാനിലെ ഹർനായി, പഞ്ച്ഗുർ ജില്ലകളിൽ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷൻ ഇപ്പോൾ നടത്തിയതെന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത്. ഹർനായി ജില്ലയുടെ ഭ്രാന്ത പ്രദേശങ്ങളിലായി തന്നെ ഇത്തരത്തിൽ ഇവരുടെ സാന്നിധ്യങ്ങൾ, ഈ തീവ്രവാദ സംഘടനയുടെ സാന്നിധ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളെ തുടർന്നുകൊണ്ട് പ്രദേശത്ത് ഇന്റലിജൻസ് അധിഷ്ഠിത ഓപ്പറേഷൻ നടത്തുകയാണ് ഉണ്ടായത്. ഓപ്പറേഷനിൽ സൈന്യമാകട്ടെ ഫലപ്രദമായി തന്നെ ഒളിത്താവളം ലക്ഷ്യമാക്കുകയും ചെയ്തു. കനത്ത വെടിവെപ്പിന് ശേഷം 30 ഇന്ത്യൻ പിന്തുണയുള്ള വ്യക്തികളെ നരകത്തിലേക്ക് അയച്ചു എന്നതായിരുന്നു ഇവിടെ ഇവർ വ്യക്തമാക്കിയത്. ഭീകരരിൽ നിന്ന് വലിയ അളവിൽ തന്നെ വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുക്കുകയും ചെയ്തു. അവർ സുരക്ഷാ സേന ഇതെല്ലാം തന്നെ നശിപ്പിച്ചതായും ഇപ്പോൾ CRPF അവകാശപ്പെടുകയും ചെയ്തു. മാത്രമല്ല പാകിസ്ഥാൻ ആകട്ടെ, അതായത് പാകിസ്ഥാൻ സൈന്യമാകട്ടെ ഇന്ത്യയെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പഞ്ച്കൂർ ജില്ലയിൽ നിന്നും രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചതായി തന്നെ ഇവർ അറിയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് സൈന്യം ഒരു ഓപ്പറേഷൻ നടത്തി 11 ബലൂച്ച് പൗരന്മാരെ വധിച്ചു. പാകിസ്ഥാൻ സൈന്യം അവരെ ഇന്ത്യയുടെ പിന്തുണയുള്ള തീവ്രവാദികൾ എന്നതാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 2025 ഡിസംബർ 15-നാണ് പഞ്ച്ഗുരിൽ നടന്ന ഒരു ബാങ്ക് കൊള്ളയടിയിൽ നിന്ന് അവിടെ കൊള്ളയടിച്ച പണം, വെടിക്കോപ്പുകൾ എന്നിവ രണ്ടാമത്തെ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളിൽ നിന്ന് കണ്ടെടുത്തതായി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ തീവ്രവാദികൾ മുൻപ് നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും അതേസമയം പാകിസ്ഥാൻ സൈന്യത്തിന്റെ അതായത് ബലൂചിസ്ഥാനിൽ ഇത്തരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്രൂരതകൾ വലിയ രീതിയിൽ മറച്ചു വെച്ചിട്ടില്ല എന്നും വർഷങ്ങൾക്ക് മുൻപേ തന്നെ പാകിസ്ഥാൻ സൈന്യം വീടുകളിൽ നിന്ന് കൊണ്ടുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ പ്രവിശ്യയിലെ ആയിരക്കണക്കിന് ആളുകളിൽ തന്നെ ഇപ്പോഴും തിരയുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയുന്ന കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.